ഡിസൈൻ പ്രിൻസിപ്പിൾസിലെ പ്രധാനപ്പെട്ട 5 എണ്ണമായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തത്. ബാലൻസ്, കോൺട്രാസ്റ്റ്, ഹൈറാർക്കി, എംഫസിസ്, റിപ്പിറ്റേഷൻ, ഇതൊക്കെയായിരുന്നു അത്. ഈ വീഡിയോയിൽ നമുക്ക് 3 എണ്ണം കൂടി ഡിസ്കസ് ചെയ്യാം. അതിലൊന്നാമത്തത് വൈറ്റ് സ്പേസ് ആണ്. ബ്രീത്തിങ് സ്പേസ് എന്നും പറയും. ശ്വാസം വിടാൻ സ്പേസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ കണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു വ്യൂവറിന് എല്ലാ എലമെന്റ്സുകളും തെക്കി നിറച്ച് വെച്ച് ശ്വാസം മുട്ടിക്കാതിരിക്കുക. കൃത്യമായ വൈറ്റ് സ്പേസ് നമ്മുടെ ഡിസൈനിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാനോ റീഡബിലിറ്റി കൂട്ടാനും സഹായിക്കും. അടുത്തത് റിതം അല്ലെങ്കിൽ മൂവ്മെന്റ് ആണ്. ഓഡിയൻസിനെ കോണ്ടന്റിലേക്ക് എൻട്രി ചെയ്യിച്ച് കൃത്യമായ ഒരു ഒഴുക്കിലൂടെ കൊണ്ടുപോയി ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ളത്ര നിർത്തിച്ച് ഒരു താളത്തിൽ യാത്ര ചെയ്യിക്കുന്നത് പോലെയാണിത്. കാഴ്ചക്കാരന്റെ കണ്ണിനെ ഗൈഡ് ചെയ്യുന്ന ഒരു വിഷ്വൽ ഫ്ലോ ക്രിയേറ്റ് ചെയ്യലാണ് ഇതിലെ പണി. അടുത്തത് പ്രോക്സിമിറ്റി ആണ്. ഇതെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒന്നായിരിക്കും. റിലേറ്റഡ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒന്നിച്ച് പ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഉദാഹരണത്തിന് ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് പറയുന്ന ആ ഇൻഫർമേഷൻസ് ഒരു ബുള്ളറ്റ് പോയിന്റുകളാണെങ്കിൽ അത് ഒരു സ്ഥലത്ത്, പിന്നെയുള്ള കോൺടാക്ട് ഇൻഫർമേഷൻസ് മുഴുവൻ, കോൺടാക്ട് നമ്പറും മെയിൽ ഐ ഡി മറ്റു കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഈ പ്ലേസിംഗ് ആണ് പ്രോക്സിമിറ്റി. കമ്മ്യൂണിക്കേഷൻ ക്വിക്ക് ആക്കാൻ ഇത് സഹായിക്കും.